സോ ഗൈസ് നമ്മൾ എണീക്കുമ്പോൾ 7 മണി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടൈം 7:23 നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് സെറ്റ് ചെയ്തു. അതിൽ നമുക്ക് ഫസ്റ്റ് ആലോ അൽക്കെയിൻസ് ഇൻ്റഗ്രൽസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ ഇൻ്റഗ്രൽസിൻ്റെ 3 മണിക്കൂറിൻ്റെ ക്ലാസ് ഉണ്ട്. അതാണ് കാണാനായിട്ട് പോകുന്നത്. അത് സൈലം കീമേൻ ജെയ് 26 എന്ന് പറയുന്ന ചാനലിൽ ജെയ്യുടെ ഒരു റിവിഷൻ പോലെയാണ് ക്ലാസ് ഇട്ടിട്ടുള്ളത്. അതിൽ നമുക്ക് സിലബസ് നോക്കിയിട്ട് കീമിന് വേണ്ട ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. 3 മണിക്കൂറിൻ്റെ ക്ലാസ്സാണ്. എത്ര ടൈം എടുക്കും, നമ്മളിപ്പോൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിലും ആ ടൈം എടുക്കും. അപ്പോൾ അതിനും ബെറ്റർ ഒന്ന് ക്ലാസ് കണ്ടിട്ടൊന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യാം, ഒന്നുകൂടി ബെറ്ററായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. സോ AV സാറിൻ്റെ ആണ് 2 ദിവസം ആയി തോന്നുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. സോ ഈ ക്ലാസ് ആണ് ഫസ്റ്റ് കാണുന്നത്. ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് കീമിന് ലാസ്റ്റ് ഇയർ 42 ക്വസ്റ്റ്യൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു ഷിഫ്റ്റിൽ 6 ഷിഫ്റ്റ് ആണെങ്കിൽ ഒരു 7 ക്വസ്റ്റ്യനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയൊരു ചാപ്റ്ററാണ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. സോ ഇൻ്റഗ്രൽസിൽ ഈസി ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്, പിന്നെ ക്വസ്റ്റ്യൻസ് എപ്പോഴും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്ക് അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡാണ് നമുക്ക് പ്രശ്നം വരിക. അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ വീഡിയോ അതിന് ഹെൽപ്ഫുള്ളാവുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ ഈ ലൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കറക്റ്റായിട്ട് എല്ലാ മെത്തേഡും എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ടൊരു റിവിഷന് പറ്റിയൊരു ലൈവ് തന്നെയാണ് സൈലത്തിൻ്റെ ഈ 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ ഇൻ്റഗ്രൽസിൻ്റെ ലൈവ്. സൈലം കീം ജെയ് 2026 എന്ന് പറഞ്ഞ ചാനലിൽ ഈ ലൈവ് ഉണ്ട്. എല്ലാവർക്കും ചെക്ക് ചെയ്ത് നോക്കാം, അടിപൊളിയാണ്. ഇൻ്റഗ്രൽസ് ബുദ്ധിമുട്ടുള്ളതാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളാവുന്ന ലൈവാണത്. സോ ഗൈസ്, ഇപ്പോൾ ടൈം 9:05 ആയിട്ടുണ്ട്. നമ്മുടെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് പകുതി കംപ്ലീറ്റ് ആയി. ഇനി പകുതിയും കൂടി കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതുപോലെ തന്നെ പകുതി കംപ്ലീറ്റ് ആയതിൻ്റെ ഷോർട്ട് നോട്ട് നമ്മൾ റെഡിയാക്കി. ഇനി പകുതിയും കൂടി കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഇതാണ് ഷോർട്ട് നോട്ട്. സോ ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം പകുതിയും കൂടി കംപ്ലീറ്റ് ആക്കാൻ. അത് കഴിഞ്ഞിട്ട് ഹാലോ അൽക്കെയിൻസ് റിവൈസ് ചെയ്യണം. എന്നിട്ട് ഡെഫിനിറ്റ് കംപ്ലീറ്റ് ആക്കണം. എന്നിട്ട് PYQ ചെയ്യണം. അങ്ങനെയൊക്കെയാണ് വിചാരിച്ചേക്കുന്നത്. സോ ഇനി ഫുഡ് കഴിച്ചിട്ട് ഇൻഡെഫിനിറ്റ് ബാക്കിയും കൂടി കംപ്ലീറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇപ്പോൾ ഫുഡ് കഴിച്ച് 9:38 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻ്റഗ്രൽസിൻ്റെ ബാക്കി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻ്റഗ്രൽസ് ഓഫ് സം സ്പെഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇൻഡെഫിനിറ്റിൻ്റെ ബാക്കിയാണ് കണ്ടിന്യൂ ചെയ്യാണ്. ഒരു 2 മണിക്കൂർ ക്ലാസ്, 2 മണിക്കൂർ കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ ഹാലോ അൽക്കെയിൻസ് റിവൈസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. സോ സ്റ്റാർട്ട് ചെയ്യാം. ഇൻ്റഗ്രൽസ് എന്നെ സംബന്ധിച്ച് ഈസി ചാപ്റ്റർ അല്ല, കുറച്ച് ഒരു മോഡറേറ്റ് ടഫ് ചാപ്റ്ററാണ്. എന്താന്ന് റീസൺ എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടല്ല, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഏതാ മെത്തേഡ് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടാണുള്ളത്. അത് തന്നെയാണ് ഒരുവിധ എല്ലാ ആൾക്കാർക്കും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അതിന് ഈ ലൈവ് അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അപ്രോച്ച് ചെയ്യേണ്ട രീതിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ഈ ലൈവ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിപ്പോൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വരില്ല. കാരണം റിവിഷനാണെങ്കിലും ബെറ്ററാണ്. ഇനി 2x ഇട്ടിട്ട് കണ്ടാൽ മതി. ഞാൻ 2x ഇട്ടിട്ടാണ് കണ്ടത്. പിന്നെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. ഷോർട്ട് നോട്ട് ലാസ്റ്റ് മിനിറ്റ് റിവിഷന് മാത്സിൽ എനിക്ക് തോന്നുന്നു വളരെ ഹെൽപ്ഫുള്ളാവും എന്നുള്ള കാര്യമാണ്. കാരണം നോട്ട്സിൽ നമ്മൾ കുറേ വലിച്ചു വാരി എഴുതിയിട്ടുണ്ട്. സോ ആവശ്യത്തിനുള്ളത് മാത്രം ഷോർട്ട് നോട്ടാക്കിയിട്ട് ഇതിൽ എഴുതുമ്പോൾ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ ഉപകാരപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇപ്പോൾ അങ്ങനെ എഴുതി പോകുന്നത്. സോ ഗൈസ്, ഇപ്പോൾ ടൈം 1:25 ആയിട്ടുണ്ട്. നമ്മുടെ ഇൻ്റഗ്രൽസ് റിവൈസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സും പ്രിപ്പയർ ചെയ്തു. ഇൻ്റഗ്രൽസിൻ്റെ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ടായിരിക്കും ഇനി റിവൈസ് ചെയ്യുക. കാരണം നോട്ട്സിൽ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എഴുതിയ കാരണം റിവൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ. സോ അതുകൊണ്ട് ഷോർട്ട് നോട്ട് ഒരുവിധം നമ്മളിപ്പോൾ റിവൈസ് ചെയ്ത് പോകുന്ന എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ എഴുതി പോകുന്നുണ്ട്. സോ ഇൻ്റഗ്രൽസിൻ്റെയും കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ടൈം 1:26 ഒരു ഫുഡൊക്കെ കഴിച്ച് ഒരു 2 മണി 2:15 ആകുമ്പോഴത്തേനും ഹാലോ അൽക്കെയിൻസ് സ്റ്റാർട്ട് ചെയ്യണം. സോ ഗൈസ്, ഇപ്പോൾ ടൈം 2:45 ആയിട്ടുണ്ട്. സോ ഇനി ഞാൻ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഹാലോ അൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് ആണ്. ഇതിൽ ഹാലോ അൽക്കെയിൻസിൽ 25ൽ 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഷിഫ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻസൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് ഹാലോ അൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്. ടോട്ടൽ 2009 വരെ 40 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ്റെ എണ്ണം കെമിസ്ട്രിയിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സോ ടൈം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അല്ല യൂട്യൂബിൽ വല്ല വൺ ഷോട്ടോ അങ്ങനെ സീരീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കണം.
ഹാലോ ആൽക്കെയിൻസ് ആണ് ഇനി ഓർഗാനിക്കിലെ ഏറ്റവും ഈസി ചാപ്റ്റർ. പിന്നെ ഈസിലി സ്കോറിംഗ് ആണ്. ഓരോ ഷിഫ്റ്റിൽ ഓരോ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ്. ലാസ്റ്റ് ഇയർ 6 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കീമിന്. സോ ഗൈസ്, ഇപ്പോൾ ടൈം 4:34 സോ നമ്മുടെ ഹാലോ ആൽക്കീൻസ് റിവൈസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ എൻ്റെ നോട്ട്സ് എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ GOC ഞാൻ ലാസ്റ്റ് ഇയർ സൈലത്തിലെ നോട്ട്സ് നോക്കി പഠിച്ച കാരണം ഇതിൽ ഓർഗാനിക്കിൻ്റെ കുറേ റിയാക്ഷൻസ് കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് റിയാക്ഷൻസ് ഒറ്റ GOC 2 എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇതിപ്പോൾ ഉണ്ടല്ലേ. റൈമൻഡിയം എന്ന് പറഞ്ഞാൽ ശരിക്കും ആൽഡിഹൈഡിലത്തെ റിയാക്ഷൻസാണ്. പിന്നെ ഇത് അമീൻസിൻ്റെ റിയാക്ഷൻസ് ആണ്. സോ അങ്ങനെ ഓരോ ചാപ്റ്ററിൽ വരുന്ന കോമൺ ആയിട്ട് വരുന്ന റിയാക്ഷൻസൊക്കെ ഒറ്റ ചാപ്റ്ററിലാക്കിയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹാലോ ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ അതിൽ കുറേ ഒരുപാട് ചാപ്റ്ററിൽ മിക്സായിട്ട് വരുന്ന ഒരു റിയാക്ഷൻസാണ് അതിൽ പൊതുവേ ഉള്ളത്. സോ അതുകൊണ്ട് അതൊരു സിംഗിളാക്കിയിട്ട് ഒറ്റ ചാപ്റ്റർ ആക്കിയിട്ട് എൻ്റെ നോട്ട് ഉണ്ടായിരുന്നില്ല. ഒക്കെ ഞാൻ GOC 1 GOC 2 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആൽഡിഹൈഡ് ആൽക്കഹോളൊക്കെ ആണെങ്കിൽ എൻ്റെ കയ്യിൽ പ്രോപ്പറായിട്ട് നോട്ട്സ് അതിൻ്റെ ഉണ്ട്. പക്ഷേ ഹാലോ ആൽക്കീൻസിൻ്റെ ഉണ്ടായിരുന്നില്ല. സോ അതിൻ്റെ നോട്ട്സ് ഞാൻ കുറച്ച് എഴുതി. പിന്നെ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തേക്കാണ്. ഹാലോ ആൽക്കീൻസിൻ്റെ നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഒന്ന് പഠിച്ചിട്ട് എഴുതുന്ന കാരണം ഒന്നുകൂടി നന്നായിട്ട് റിവിഷൻ പോലെ ആവും. സോ നോട്ട്സ് കുറച്ചുകൂടി എഴുതാനുണ്ട്. സോ ഗൈസ്, ഇപ്പോൾ ടൈം 5:01 ഇപ്പോൾ നമ്മൾ ഇനി നോട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. ഹാലോ ആൽക്കീൻസിൻ്റെ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ വിചാരിക്കാതെ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു 6 മണി വരെ എന്തായാലും ടൈം എടുക്കും നോട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം PYQ ചെയ്യണം. പിന്നെ ജിമ്മിന് പോകണം. ഓക്കെ, അപ്പോൾ നോട്ട് പെട്ടെന്ന് എഴുതിയെടുക്കണം. ഒരു 6 മണിക്കാകുമ്പോഴത്തേന് കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഹാലോ ആൽക്കീൻസ് എന്നുള്ള ചാപ്റ്റർ ആരും സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കുക. കാരണം ഇത് ഈസിലി സ്കോറിംഗ് ആണ്. ഒരു ചോദ്യം എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. 1 മിനിറ്റിൻ്റെ താഴെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടൈം എടുക്കുള്ളൂ. സോ വേറെയുള്ള സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പോൾ ടൈം ആ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇവിടെ നമ്മൾ ടൈം മുതലാക്കി എടുക്കണം. സോ ഗൈസ്, ഇപ്പോൾ ടൈം 6:18 സോ നമ്മുടെ ഹാലോ ആൽക്കീൻസിൻ്റെ നോട്ട് എഴുതി കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് അതായത് ഇനി ഹാലോ ആൽക്കീൻസ് റിവൈസ് ചെയ്തു. ഇനി ഹാലോ ആൽക്കീൻസിൻ്റെ PYQ ചെയ്യാനുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ജിമ്മിന് പോകണം. സോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ഇൻ്റഗ്രൽസിൻ്റെ ലാസ്റ്റ് 24 PYQ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാലോ ആൽക്കീൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഈസിയാണ്. കൂടുതലും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ടോപ്പിക്കാണ് പോളി ഹാലജൻസ് കോമ്പൗണ്ട്. അത് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക. പിന്നെ എല്ലാ റിയാക്ഷൻസും ഏത് ടൈപ്പാണെന്നും അഡീഷൻ ആണോ സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ ഏത് ടൈപ്പാണെന്നുള്ളത് കറക്റ്റായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചോദിച്ചിട്ടുള്ളൂ. 1 മിനിറ്റിൻ്റെ താഴെ ടൈം എടുക്കുള്ളൂ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാനും. PYQ ചെയ്തതിന് ശേഷം പിന്നെ ജിമ്മിന് പോയി. ജിമ്മിന് ഒരാഴ്ചയായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്കൊരു എനർജിക്കും ഒരു മോട്ടിവേഷനും വേണ്ടിയിട്ടാണ് ജിമ്മ് സ്റ്റാർട്ട് ചെയ്തത്. സോ 1 മണിക്കൂർ 1.25 മണിക്കൂർ ടൈം എടുക്കും ഡെയിലി ജിമ്മിന്. പിന്നെ ജിമ്മ് കഴിഞ്ഞ് വന്ന് ഒരു 10:40 ആയപ്പോഴാണ് ഞാൻ ഈ ഇൻ്റഗ്രൽസിൻ്റെ PYQ ചെയ്യാനിരുന്നത്. പക്ഷേ ഞാൻ എന്താ പറയുക, അത് ഉറങ്ങിപ്പോയി. 11:20 വരെ ചെയ്തു പോയത് ഓർമ്മയുണ്ട്. അപ്പോഴാണ് ഞാൻ എണീച്ചിട്ട് പിന്നെ ഫോൺ ഉദ്ദേശിച്ചത് ഇങ്ങനെ നോക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉണ്ടായെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ എണീക്കുമ്പോൾ 2 മണിയായി. സോ പിന്നെ കിടന്നുറങ്ങി. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.